ഇൻട്രോ ഒന്നും വേണ്ട. ശരി, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയുടെ പാർട്ടിയെ കുറിച്ചുമാണ്. അതായത് നമുക്കിപ്പോൾ അറിയാം, വിജയുടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് നേരെ പൊളിറ്റിക്കൽ. ഇവൻ ഭയങ്കര കരച്ചില്ല. അതെ, എനിക്ക് ഭയങ്കര വശം കൊണ്ട്. കാര്യം ഞാൻ ഭയങ്കര വിജയപ്പനാണ്, ഈ ഇരിക്കുന്നവനും ഭയങ്കര വിജയപ്പനാണ്. എല്ലാ വീട്ടിലെ ചേട്ടന്മാരെ ആരെയാണോ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് അവരോട് തന്നെ നമ്മൾ അവരെ കാണുന്നതിന്റെ കൂട്ടത്തിലല്ലേ നമ്മളും കണ്ട് നമ്മളും അങ്ങനെ അവരുടെ ഫാനാവുന്നത്. അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ആകെ വിജയപടം മാത്രമാണ് നമുക്ക് വിജയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ അറിയേണ്ട ആ മനുഷ്യനാണെങ്കിൽ നേരെ പാർട്ടിയും തുടങ്ങി ജനസേവനത്തിന് പോവാണ്. പുള്ളി പറയുന്നത് ഈ സിനിമയൊന്നും വേണ്ട, ഞാൻ ഇനി ജനങ്ങളെ സേവിക്കാൻ പോകാമെന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. കാര്യം കുറേ നല്ല പടങ്ങൾ പുള്ളി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം വേസ്റ്റായി. അതുപോലെ തന്നെ ഇനിയിപ്പം 9-ാം തീയതി 10-ാം തീയതിയാണ് പുള്ളിയുടെ അവസാനത്തെ പടം എന്ന് പറഞ്ഞുകൊണ്ട് ജനനായകം വരും. അത് കാണാൻ പോകണം. അതല്ല എനിക്കിപ്പോൾ പറയാനുള്ള വേറെ കാര്യം തുടങ്ങിയിരിക്കും. പുള്ളി ഇപ്പോൾ ഒരു പാർട്ടി തുടങ്ങി, തമിഴ്നാട്ടിലൊരു പാർട്ടി തുടങ്ങി. കുറേ ആക്ടേഴ്സ് മുന്നേ പാർട്ടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു വിജയ് ഫാനായതുകൊണ്ടൊന്നും അല്ല ഈ പറഞ്ഞ കാര്യം. എനിക്കൊന്നു പുള്ളി കുറച്ച് ഡിഫറെൻ്റ് ആണ് എനിക്ക്. കാരണം ഇപ്പോഴാണെങ്കിൽ പുള്ളി പാർട്ടി തുടങ്ങി. പാർട്ടി മേ ബി അത് മറ്റേ എന്താ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലെ ആവുന്നത്. കാരണം പുള്ളിയുടെ ഫാൻസിനെ എനിക്ക് കുറേ അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഐ മീൻ കുറേ ആൾക്കാർ പുള്ളിക്ക് വേണ്ടിയിട്ട് പാലൊഴിക്കാനും മറ്റേ ഫസ്റ്റ് ഷോയ്ക്ക് മറ്റേ കാണാനും ടിക്കറ്റ് എടുക്കാനും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു സങ്കടമല്ല പുള്ളിയുടെ ഫാൻസ്. അതിന് അവർക്കും കൂടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഈ പറയുന്ന കമലഹാസനാണെങ്കിൽ തന്നെ മറുകണ്ഠം ചാടി. പുള്ളി ആദ്യം DMK-ക്കെതിരെയായിരുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇപ്പൊ DMK ആണ് നമ്മുടെ കക്ഷി, നമ്മളെല്ലാം ഒരേ ടീമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കമലഹാസൻ അത് ബാബയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് വന്നായിരുന്നു. എന്നിട്ട് പുള്ളി അങ്ങനെ പാർട്ടിയും വേണ്ട ഒന്നും വേണ്ട, ഞാൻ സിനിമയിൽ അഭിനയിച്ച് ഉൾക്കൊള്ളാന്ന് പറഞ്ഞ് പുള്ളി പോയി. പക്ഷെ വിജയ് ഒരു 2-3 മാനാട് നടത്തി. ഇപ്പൊ പിന്നെ അതിനിടയ്ക്ക് വരിക, അതിനിടയ്ക്ക് കുറെ ഇഷ്യൂസ് ഒക്കെ. പക്ഷെ അതൊക്കെ അതിലല്ല മാനാട് നടത്തിയപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ തോന്നും. അതിനകത്ത് എനിക്കൊന്ന് വിജയ് ഫാൻസ് മാത്രമല്ല. കാരണം വിജയ് ഫാൻസ് എന്ന് പറയാൻ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ പോളിംഗ് ഒക്കെ നടത്തി കഴിയുമ്പം ഇപ്പം നല്ലൊരു പെർസെൻറ്റേജ് കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്സ് വെച്ചിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല ഇനി വിജയ് ജയിക്കുമോ ഇല്ല. അതായത് ഒരു 2-3 മാസം മുമ്പ് ഞാൻ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ വിജയ് കുറച്ച് സീറ്റുകളെല്ലാം പിടിക്കും അങ്ങനെ. പക്ഷെ വിജയ് ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. വിജയ് മറ്റേ രസികർ മണ്ഡലം അതിന്റെ ആൾക്കാരെ പുള്ളി ആദ്യം എനിക്കൊന്ന് ഈ പഞ്ചായത്ത് ലെവലിലൊക്കെ നിർത്തി കുറെ കാര്യങ്ങൾ എനിക്ക് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാതെ എനിക്ക് ഈവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന തമിഴ്നാട്ടിലൊരാളുണ്ട്. ആ പുള്ളിക്കാരനെ പറ്റി എനിക്ക് സംസാരിക്കുമായിരുന്നു ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളെ കുറിച്ച്. അതായത് തമിഴ്നാട്ടിലുള്ള അതായത് പുള്ളി പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ പുള്ളി ഇപ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവരുടെ സമൂഹത്തിൽ. പക്ഷെ ഇപ്പൊ ഈ ഇവരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കാണുന്നത് വെച്ചാൽ ഈ മറ്റേ പുള്ളി ഇപ്പൊ മലേഷ്യ നടത്തിയ പ്രോഗ്രാം അവിടെ ആൾക്കാർ കൂടി അതൊക്കെയാണ് സംസാരിക്കും. പക്ഷെ അന്നേരം ഞാൻ പറയുന്നത് ഇതുപോലെ മറ്റേ വിജയുടെ ആൾക്കാരെ ഇങ്ങനെ നിർത്തിയിട്ട് പഞ്ചായത്തിൽ ജയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്കൊന്നും അതറിയില്ല, പുള്ളിക്കതറിയില്ല. പുള്ളി എൻ്റെ അടുത്ത് അതിശയത്തോടെ ചോദിച്ചു അത് സത്യമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ന്യൂസ് ഞാൻ കണ്ടു, അത് എത്രത്തോളം സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചത്. അത് പക്ഷേ കുറെ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ചില തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് അതൊന്നും അറിയില്ല, ഇപ്പോഴും അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു മേ ബി വിജയ് ആണെങ്കിൽ മേ ബി നല്ലത് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. പുള്ളി കുറെ ഉണ്ടാക്കി. അതായത് ഒരു പടത്തിൽ തന്നെ 100-150 കോടിയൊക്കെ പുള്ളിക്ക് പൈസ അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമില്ല. അതായത് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരെല്ലാം സ്വന്തം വയറ് നിറയ്ക്കാനാണ് നോക്കുന്നത്. അത് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെയാണ്. ഒരു പാർട്ടി ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ല. അമ്മരാദ്യം അമ്മയുടെ വയറ് നിറയ്ക്കും, എന്നിട്ട് ബാക്കിയുള്ളത് പിച്ച കൂടുന്നതിൻ്റെ കൊണ്ടാണ് നമുക്ക് തരുന്നത്. പക്ഷെ വിജയ് വിജയ് എന്തെങ്കിലും ചെയ്യാനായിരുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു അധികാരമോഹവും എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു അധികാരമോഹമാണ്. പുള്ളിക്ക് ഒരു അധികാരം കിട്ടിയ കൊള്ളാന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇപ്പം തമിഴ്നാട്ടിൽ മറ്റേ കർണാടകയുടെ ടീമല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാർ ഫുള്ള് സിനിമ ഇൻഡസ്ട്രി മൊത്തം അവന്മാരുടെ കയ്യിൽ അടക്കി വെച്ചത്. അതായത് ഡിസ്ട്രിബ്യൂഷന്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാം അവന്മാരുടെ റൈറ്റ്സ്. അതായത് ഒരാളൊരു പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു. ഇപ്പൊ അവന്മാരില്ലാതെ ഒരു സിനിമ ഇറങ്ങാൻ അവനിപ്പോ അത് മോനെ 50 സ്റ്റാൻഡാണ് ഇപ്പൊ ആ കൊച്ചിയൊക്കെ അവന് 20 വയസ്സ് 22 വയസ്സുള്ള അവൻ സിനിമ നല്ല അച്ഛന്മാരുണ്ടാക്കി വെച്ചാൽ നമുക്ക് കല്ലുവയ്ക്കും. അത് നല്ല കാര്യം തന്നെ.
എന്നാലും ആ ഒരു കുടുംബവാഴ്ചയാണ് അത്. ഈ പണ്ട് കാലത്ത് ജയലളിത തൊട്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ അത് കുടുംബം മൊത്തം ഭരിച്ചു. ഞാൻ പറയാം വിജയ്ക്ക് അധികാരമോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പേര് കാണുമായിരിക്കും. എല്ലാവർക്കും ഒരു പവറിലൊരു ഇഷ്ടമുണ്ട്. പക്ഷെ എനിക്കൊന്ന് പുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് പുള്ളി വന്നാൽ പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം പുള്ളി ഒന്നുമില്ലാതിരുന്ന സമയത്ത് തന്നെ ഇപ്പൊ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ പ്രളയം 5 കോടി രൂപ അങ്ങനെ കൊടുക്കുക. അല്ലാതെ ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കും. തമിഴ്നാട്ടിലാണെങ്കിലും കൊടുക്കുകയും ചെയ്തു. എല്ലാം ചെയ്യുന്നുണ്ട് പുള്ളി. കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതെന്റെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു അധികാരമോഹമുണ്ട്. അതിപ്പോ എല്ലാവർക്കും ഉണ്ട്. അതായത് ഇപ്പൊ CM എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു ഒരു സംസ്ഥാനത്തിന്റെ ഭരിക്കുന്ന ഒരാൾ തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം ആ ഒരു പവറുണ്ട്. പക്ഷെ നമ്മള് ചിലപ്പം പുള്ളിയാണെങ്കിൽ ആ ഒരു പവർ വെച്ചിട്ട് ഇത്ര നാളും അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു മറ്റേ മക്കത്തായം എന്ന് പറയുന്ന സംഭവം അതിനെ മാറ്റി മറിച്ചിട്ട് പുള്ളി ഒരു നല്ലൊരു ഒരു രാഷ്ട്രീയ കാഴ്ചവെക്കാൻ ചാൻസ് കിട്ടാം. എനിക്ക് തോന്നുന്നതല്ല. ഇപ്പം കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞു. പിന്നെ BJP എന്തോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അതല്ല. ഇപ്പം അവിടെ ആണെങ്കിൽ അതൊന്നും അല്ലല്ലോ. അവിടെ വേറൊരു രാഷ്ട്രീയം. അന്നേരം വേറൊരാൾ വന്നിട്ട് അവർക്കൊരു ചാൻസ് കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ അവരെന്ത് ചെയ്യുന്നു. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊരു മറ്റേ എന്തുവാ കണ്ണുകെട്ട് കളി പോലെ. നമുക്കൊന്നുമേ അറിയില്ല. നമ്മള് അധികാരത്തിലിരിക്കുന്നു ചെയ്യുന്നതെന്ന് നമുക്കറിയാനേ പറ്റും. ഇപ്പൊ തന്നെ വിജയ് ഇപ്പൊ ജയിക്കുക അതിനുള്ള കാരണം വിജയുടെ സിനിമകളാണ്. വിജയുടെ സിനിമകളിലൂടെ വിജയ് ഒരു ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വലിയൊരു നല്ലവനായ ഒരു ആളാണ്, രക്ഷകനാണ് എന്നുള്ളൊരു സംഭവം പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ജനങ്ങളിലോട്ട് നല്ലപോലെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് അതുപോലെ തന്നെ നിർത്തുക. അതായത് മറ്റേ മുതൽവൻ സിനിമ പോലെയൊക്കെയാണ് വിജയ് കാഴ്ച വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. സിനിമയിലെ പോലെ എന്തെങ്കിലുമൊക്കെ നടന്നാൽ കൊള്ളായിരിക്കും. പുള്ളി പോയി കഴിയുമ്പോൾ എന്തോ പുള്ളി ഉണ്ടാക്കുന്ന ഓളം ഇനി ഇല്ല ഇല്ലെന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയി. കാരണം കുറച്ച് നാൾ മുന്നേ ഓരോ വിജയ സിനിമ വരുമ്പോഴും നമുക്കൊരു ആവേശമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള മറ്റേ ഒരു വിജയ് അത്രയും നാളൊന്നും കാണുന്നില്ല. പുള്ളിയുടെ ഒരു പടം വരുന്നു ഒരാഴ്ച 2 ആഴ്ച ഒരു വിജയ് ഒരു സാധനം ഉണ്ട്. അത് വെളിയിൽ വരും. മറ്റേ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് വെച്ച് നോക്കും, മറ്റേ റീൽ എടുത്ത് വെച്ച് കാണും, മറ്റേ യൂട്യൂബിൽ റിവ്യൂസ് കാണും, പിന്നെ മറ്റേ റിയാക്ഷൻ വീഡിയോസ് കാണും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് അങ്ങനെ കുറേ അത് വെച്ചിട്ട് കുറേ ആളുകൾ ഉപജീവനം നടത്തുന്നു. പുള്ളി കാരണം പുള്ളി അറിയാവുന്നല്ലോ. അതുപോലെ പുള്ളിയുടെ സിനിമ എല്ലാം വലിയൊരു ബിസിനസ്സാണ് തമിഴ്നാട്ടിൽ സിനിമയിൽ വിജയം വെച്ച് മാത്രം നടത്തുന്നത്. അതാണ് ഇല്ലാതായി പോകുന്നത്. പക്ഷെ അത് കാര്യം പറയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ എനിക്ക് വിജയുടെ സ്ക്രീൻസ് ഇപ്പം അവസാനത്തെ ഈ പടത്തിൽ ജനനായകൻ അത് പാർട്ടിക്കളി. അതായത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ കൊടുക്കുന്നത് പരാശക്തി, അതായത് ശിവകാർത്തികന്റെ പടം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാം. ഇത് വിജയുടെ പടം സൺ ടിവിക്കകത്ത് പോലും ഇപ്പം ഞാൻ സൺ ടിവിക്കകത്തൊന്നുമില്ല, സീ തമിഴിലാണ് ഇപ്പോൾ ഓഡിയോ ലോഞ്ച് തന്നെ ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ കണ്ടിരുന്നത് ഇപ്പം വിജയുടെ സിനിമ പാട്ട് പോലും സൺ ടിവിക്കകത്തും ഒന്നിനും ഇടുന്നില്ല. അതായത് ജനങ്ങളിൽ നിന്ന് പുള്ളിയുടെ ആ ഒരു ഇമേജ് മാറ്റാൻ വേണ്ടി, അതായത് ഒറ്റ പാട്ട് പോലും വിജയുടെ ഒരു സിനിമ പാട്ട് പോലും ചാനലിൽ ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് സിനിമ പുള്ളി മാറ്റാൻ പറ്റുന്നു. അതല്ല മറ്റേ മറ്റേ ഒരു ഇൻസിഡന്റ് നടന്നില്ലായിരുന്നു. മറ്റേ ഒരു കൊച്ചെറുക്കന്റെ കായി എന്തോ ഓടിക്ക് പോയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ വന്നൊരു വീഡിയോ അച്ഛനെ പറഞ്ഞിട്ടുണ്ടോ വന്നിൽ. അതായത് പുള്ളി പോയിരുന്നു. സത്യത്തിൽ അത് കേട്ടപ്പോൾ ചിരിയാണ്. പക്ഷേ അതൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നത്. അത് പക്ഷേ നമുക്ക് അതിനകത്ത് വിജയം മാത്രം കുറ്റം പറയാനും പറ്റില്ല. കാര്യം ഇലക്ഷനിൽ അങ്ങനെ ജയിച്ചു പോയാൽ പിന്നെ പുള്ളി വരില്ല. തോറ്റാ ചിലപ്പോൾ പിന്നെ ഒരു ചാൻസ് പുള്ളി പക്ഷേ ഞാൻ പറഞ്ഞു ഫാൻസിന് വേണ്ടിയിട്ട് മേ ബി 1-2 പടങ്ങളൊക്കെ ഇപ്പൊ പവൻ കല്യാണൊക്കെ പുള്ളി സിനിമയായിട്ടും പുള്ളി സിനിമ പവൻ കല്യാൺ വേറൊരു സംഭവം. പുള്ളി സിനിമ പോലെയായിരുന്നു പുള്ളിയുടെ മറ്റേ രാഷ്ട്രീയ അവസാനം. പക്ഷെ പുള്ളി സ്പെൻഡ് ചെയ്തു കേട്ടോ. ഏകദേശം എനിക്ക് ഒരു 10 to 15 ഇയേഴ്സോളം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. മിക്കവാറും അതേ പാറ്റേൺ ആയിരിക്കും മേ ബി ചിലപ്പോൾ ഇനി വിജയം പിടിക്കാൻ പോകും. അവസാനം ആ റോഡിൽ എന്തോ നിർത്തിയിട്ട് പുള്ളി അവിടെ നിന്നിട്ട് പുള്ളി ജയിച്ച് കയറി വന്നു. പുള്ളി ഡെപ്യൂട്ടി CM ആയി. ഇനി അതുപോലെ എനിക്ക് വിജയുടെ കാര്യം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ സിനിമ അഭിനയിക്കണം. വിജയ് പറഞ്ഞ പ്രസ്താവന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത്ര നാളും വിജയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു. വിജയ് വന്നിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അതിൻ്റെ അകത്തൊരു ഫാക്ട് ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ
അതായത് നീ ശ്രദ്ധിച്ചോ ഈ ഫാൻസ് അസോസിയേഷനിലൊക്കെ അതായത് വിജയുടെ സിനിമ കാണുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അമ്മയൊക്കെ ചോദിക്കുന്നത് നിനക്ക് വിജയ് എന്ത് തരുവാ വിജയ് നിനക്ക് ചിലവർ പക്ഷെ അപ്പം നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഒരു മനസ്സിന് ഒരു പുള്ളിയുടെ ഒരു 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 പടം കാണുമ്പോൾ നമുക്കൊരു ഒരു ഉന്മേഷം വരും അല്ലേ അത്. പക്ഷെ ഇപ്പൊ നോക്കിയോ അങ്ങനെ കുറെ ആൾക്കാർ മേ ബി ഇപ്പൊ തമിഴ്നാട്ടിലെ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പൊ അവരൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ ആൾക്കാർ ഇപ്പൊ അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ മാറി. മേ ബി ഫ്യൂച്ചറിൽ MLA എന്തും പഞ്ചായത്തിലും അതുപോലെ തന്നെ അതായത് സത്യത്തിൽ ഇപ്പൊ ഒരു DMK നമുക്കിപ്പോ DMK അതല്ല നമുക്കിപ്പം കേരളത്തിലെ കാര്യം എടുക്കുമ്പോൾ ഇപ്പൊ CPM കോൺഗ്രസിലോ പുതുതായിട്ട് ഒരുത്തം വന്ന് കയറി കഴിഞ്ഞാൽ അവൻ ഇന്നും എത്താൻ പോകുന്നില്ല. കാര്യം അവിടെ കിടക്കുന്ന സീനിയേഴ്സ് മാത്രമേ കയറിയിട്ട് ഈ MP MLA എല്ലാം ആകുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു പാർട്ടി വരുമ്പം സീനിയേഴ്സ് ഒന്നും ഇല്ല, എല്ലാം അവിടെ ഉള്ളവന്മാരെ തന്നെ ആ അസോസിയേഷനിലുള്ളവന്മാർക്ക് തന്നെയാണ് അവസരവും കിട്ടുന്നത്. പക്ഷെ അത് വേറെ കാര്യമാണ്. ഇപ്പൊ ആണെങ്കിൽ നീ പറഞ്ഞത് ഇപ്പൊ പുതുതായിട്ട് കയറി ചെല്ലുന്നവരുടെ കാര്യമില്ല. അപ്പം പക്ഷേ ഒരു 5-6 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ വിജയുടെ പാർട്ടിക്ക് അത് ഇതേ സിറ്റുവേഷൻ തന്നെ ഉണ്ടാവുമായിരിക്കും. കാരണം പുതുതായിട്ട് കയറി ചെല്ലുന്ന പിള്ളേർക്ക് MP MLA അങ്ങനെ ആവാൻ പറ്റത്തില്ല. മനസ്സിലായി? അത് എപ്പോഴും അതിന് നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം സീനിയോറിറ്റി, കാരണം അവരത്രയും ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ ചിലപ്പം ബേസിക്കലി എഡ്യൂക്കേഷണൽ ഫാക്ടർ ആയിരിക്കും അവർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലെ കുറെ പാർട്ടികൾ എഡ്യൂക്കേഷനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് MLA എന്തെങ്കിലും MP എന്തെങ്കിലും ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട്. അത് വിടാം, ശരി. നമ്മൾ രാഷ്ട്രീയം നമ്മള് ബേസിക്കലി വിജയെ കുറിച്ചാണ് പറയുന്നത്. എന്തുവാണേലും പുള്ളിക്കാരൻ ജയിക്കട്ടെ, അല്ലാത്തൊന്നും ജയിച്ചാൽ അഭിനയിക്കാൻ അഭിനയിക്കാൻ പാടുന്നത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് പക്ഷെ ഓളം നഷ്ടപ്പെടും. കാരണം എനിക്ക് ഇത്ര നാളെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഞാൻ വലിയൊരു വിജയ് ഫാനാണോ എന്ന് ചോദിച്ചാൽ പണ്ട് വലിയൊരു വിജയ് ഫാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് മാറി തുടങ്ങി. പുള്ളിയുടെ പടങ്ങൾ കാണാൻ വരുമ്പോൾ പോകും, അന്നേരം ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം കുറെ ഒരു 2-3 ദിവസമായിട്ട് എങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മിസ് ചെയ്യുന്നത്. കാര്യം പുള്ളിയാണെങ്കിൽ സിനിമയിൽ ഇല്ലല്ലോ, അവസാനത്തെ പടമല്ലോ, അങ്ങനെയൊക്കെ ചെറിയൊരു ഫീലിംഗ് ഒന്നും പറയും. അതാ മറ്റേ ഫാൻ ബോയ് ഇല്ലേ, മറ്റേ ടോക്സിക് വിജയ് ഫാനുകളൊന്നും അത് വെളിയിൽ തന്നില്ല. 24 മണിക്കൂർ മറ്റേ വിജയുടെ സാധനങ്ങൾ എന്തായാലും പുള്ളിക്ക് നല്ല പോലെ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റട്ടെ. അല്ലാതെ ബന്ധം ചെയ്യാൻ അല്ലെങ്കിൽ തോറ്റിട്ട് തിരിച്ച് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും എല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് ഈ വീഡിയോ ഇതിനു വേണ്ടിയാണ് ചെയ്തത്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് കുറെ വീഡിയോകളൊക്കെ പ്ലാൻ ചെയ്യാൻ ഇനി ഒരു വീഡിയോ തരും, പിന്നെ 1 വർഷം കഴിയുമ്പോഴായിരിക്കും എന്തായാലും കാണുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മളെ സ്നേഹിച്ച കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.